നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. അപ്പോൾ LDCയുടെ നോട്ടിഫിക്കേഷൻ എന്ന് വരും എന്ന് ചോദിച്ചിട്ട് നിരന്തരം എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം LDC NCC സൈനിക് വെൽഫെയറിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് മിക്കവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അത് എക്സ് സർവീസ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ്. അതിനുള്ള പ്രാധാന്യം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ 2021 LDC മെയിൻസ് പരീക്ഷ നവംബർ മാസം 20-നായിരുന്നു. അതിന് മുന്നോടിയായിട്ട് അതേ സിലബസില് ഒക്ടോബർ മാസം 7, 2021 നടന്ന പരീക്ഷയാണ് ഈ NCC സൈനിക് വെൽഫെയർ. LDCയുടെ അതേ സിലബസ് തന്നെയാണ് അവർക്കും. എക്സ് സർവീസ്മെനിന്റെ ഒരു കാറ്റഗറിയാണ്. LDCയുടെ അതേ സിലബസ് തന്നെ. അപ്പോൾ ഈ ഒരു ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അതൊരു സൂചനയാണ്. നമ്മുടെ LDC വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ഉടനെ തന്നെ വരാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് എന്തായാലും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും ഈ വർഷം അവസാനം ആവുമ്പോഴത്തേക്കും ഒരു 90% നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഈ വർഷം ഇപ്പോൾ ഡിസംബർ 31 ആവുമ്പോൾ ഏജ് ഓവർ ആവുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ടായിരിക്കുമല്ലോ. അടുത്ത വർഷം തൊട്ടടുത്ത ദിവസം വന്നാലും അവർക്കത് എഴുതാൻ പറ്റാതെ പോകും. അപ്പോൾ അവരുടെയും കൂടി അവസരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എന്തായാലും ഈ വർഷം അവസാനത്തിന് മുന്നേ ആയിട്ട് എന്തായാലും നോട്ടിഫിക്കേഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു സൂചന എന്നോണം ഈ NCC സൈനിക് വെൽഫെയറിന്റെ നോട്ടിഫിക്കേഷനും വന്നു കഴിഞ്ഞു. നിങ്ങൾ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ മതി. ക്ലർക്ക് NCC സൈനിക് വെൽഫെയറിന്റെ നോട്ടിഫിക്കേഷൻ ഇന്നലെ നമ്മുടെ പ്രൊഫൈലിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അതാണ് ഈ പരീക്ഷ ഇങ്ങനെ അടുത്തടുത്ത് LDC മെയിൻസ് 2021 പരീക്ഷ LDC മെയിൻസും സൈനിക് വെൽഫെയറും ഏകദേശം അടുത്തടുത്ത് നടന്നൊരു പരീക്ഷയാണ്. പിന്നെ നമ്മൾ LDC എക്സാം എഴുതാൻ പോയപ്പം ഒരു ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ട് പോയ ക്വസ്റ്റ്യൻ പേപ്പർ അത് തന്നെയാണ്. അതേ സിലബസിൽ വന്ന ഒരു പരീക്ഷയായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ എന്നോട് ചോദിച്ച ഡൗട്ടുകളാണ്. അപ്പൊ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ LDC 2024 ക്ലാസ്സുകൾ നടന്നു വരികയാണ്. ഇപ്പൊ 2 ബാച്ചായി. രണ്ടാമത്തെ ബാച്ചിൽ അഡ്മിഷൻ ഇപ്പോഴും ഓപ്പൺ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എത്രയും വേഗം ജോയിൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ജോയിൻ ചെയ്തിട്ട് നല്ല അഭിപ്രായമാണ്. ജോയിൻ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും, നിങ്ങൾ പരിചയമുള്ളവരൊക്കെ ഉണ്ടായിരിക്കും. നല്ല അഭിപ്രായമാണ് എല്ലാവരിൽ നിന്ന് വരുന്നത്. ഒരുപാട് സന്തോഷം. ഞാൻ മാത്രമാണ് നിങ്ങൾക്ക് ക്ലാസ്സുകളെല്ലാം എടുത്തു തരുന്നത്. എല്ലാ സബ്ജക്റ്റും പ്രിലിംസും മെയിൻസും കൂടി രണ്ടിന്റെയും കൂടി ക്ലാസ് ഒരുമിച്ചാണ് ഞാൻ കൊണ്ടുപോകുന്നത്. കാരണം പരീക്ഷ ആവുമ്പോഴത്തേക്കും നമ്മൾ പഠിച്ച് സെറ്റായി, സിലബസ് ഫുള്ള് കവർ ചെയ്ത് സെറ്റായി ഒരു 2-3 വട്ടം റിവിഷൻ അടിച്ചിരിക്കണം. അതുകൊണ്ട് ഈ രണ്ടും പ്രിലിംസും മെയിൻസും ഒരേ രീതിയിലാണ്, ആ ഒരു ലെവലിൽ തന്നെയാണ് ഞാൻ ക്ലാസ് എടുത്ത് നിങ്ങളെ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പിള്ളേര് പരീക്ഷ ആവുമ്പോഴത്തേക്കും ഇവരിങ്ങനെ വീക്ക്ലി എക്സാം, എല്ലാ ആഴ്ചയും വീക്ക്ലി എക്സാം വരുന്നുണ്ട്. ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡോട് കൂടിയാണ് അവർ വീക്ക്ലി എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ LDC മെയിൻസ് പരീക്ഷ ആവുമ്പോഴത്തേക്കും PSCയുടെ പരീക്ഷ ആവുമ്പോഴത്തേക്കും ഇത്രയും പരീക്ഷകൾ എഴുതിയ ആ ഒരു എക്സ്പീരിയൻസോട് കൂടിയായിരിക്കും അവർ പരീക്ഷാ ഹാളിലേക്ക് പോകുന്നത്. അപ്പം ഞാൻ നല്ല രീതിയിലൊരു വിജയ ശതമാനം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ജോയിൻ ചെയ്ത കുട്ടികളിൽ നിന്ന് ഒരുപാട് പേര് ഇപ്പൊ തന്നെ എൻ്റെ ആ ഒരു ലിസ്റ്റിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു അവസരം, LDC എന്ന് പറയുമ്പോൾ ഒരു മാസ് റിക്രൂട്ട്മെന്റ് ആണ് അവിടെ നടക്കാൻ പോകുന്നത്. ആ ഒരു അവസരം നിങ്ങൾ പാഴാക്കി കളയത്. ഒരുപാട് പേര് പെൻഷൻ ആവുകയാണ്. അപ്പോൾ ഒരുപാട് വേക്കൻസീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. LDC എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് പാവങ്ങളുടെ IAS പോലെ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് പ്രൊമോഷനൊക്കെ കിട്ടിപ്പോകുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ അത് വെറുതെ കളയരുത്, അവസരം വെറുതെ കളയരുത്. പിന്നെ കുറെ പേര് നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന കാര്യം ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ആപ്പിലെ കുട്ടികളായാലും അല്ലാതെ ജനറൽ ആയിട്ടുള്ള ഇങ്ങനെ PSCയുടെ ഡൗട്ട്, ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലായാലും ഇങ്ങനെ PSCയുടെ ഡൗട്ടൊക്കെ എന്നോട് ചോദിക്കുമ്പോൾ നോട്ട് എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുന്നത്, മാം എങ്ങനെയാ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു മൊത്തത്തിൽ നിങ്ങൾക്കൊന്ന് വന്ന് പറഞ്ഞു തരാമെന്ന് കരുതി. ഓക്കെ, അപ്പൊ നോട്ട് നമുക്ക് 2 രീതിയിൽ നോട്ട് പ്രിപ്പയർ ചെയ്യാം. അതായത് ഞാനിപ്പം ഒരു പ്രിപ്പയർ ചെയ്ത് വെച്ച ഒരു സാമ്പിൾ ആണ് ഈ കാണിക്കുന്നത്. ഇവിടെ ഫോർ എക്സാമ്പിൾ യൂറോപ്യന്മാരുടെ വരവും സംഭാവനയും ഞാൻ പ്രിപ്പയർ ചെയ്തൊരു നോട്ടാണ്. ഇതിപ്പോ സെന്റൻസ് വൈസ് ആണ്. ഇപ്പൊ പോർച്ചുഗീസുകാരന് ഹെഡിങ് കൊടുത്തിട്ട് സെന്റൻസ് വൈസ് ആയിട്ട് നമുക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യാം. പക്ഷെ ഈ ഒരു രീതി എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിങ് ആണ്. പരീക്ഷയ്ക്ക് മുന്നേ നമുക്ക് ഒരുപാട് ടൈം ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വിശദമായിട്ട് എഴുതി പോകാം. പക്ഷെ ഇത് നമ്മൾ കുറെ ദിവസം, ഇപ്പൊ കുറച്ച് ദിവസമൊക്കെ നമ്മൾ ഈ ഒരു രീതി ഫോളോ ചെയ്ത് നമുക്കൊരു മടുപ്പ് വരുന്ന ഒരു രീതിയാണ്. കാരണം ഇത്രയും സെന്റൻസ് ഒക്കെ എഴുതി പോവാന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ കൂടുതലും ഫോളോ ചെയ്യുന്ന മറ്റൊരു രീതിയുണ്ട്. ഇതാണ് ആ രീതി, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക എന്നുള്ളത്. അല്ലാതെ ഇതുപോലെ പേപ്പേഴ്സ് ആയാലും മതി. ഇങ്ങനത്തെ പേപ്പേഴ്സ് നിങ്ങൾ ഫയൽ ചെയ്ത് വെച്ചാലും മതി. ഇത് കുറച്ചും കൂടി യൂസ്ഫുൾ ആണ്. ബുക്കിനേക്കാളും ഇത് കുറച്ചും കൂടി യൂസ്ഫുൾ ആണ്. ബുക്കിലാണെങ്കിൽ നമ്മൾ ഈ ഒരു പേജ് എടുത്തിട്ട് അതിനെ ഇങ്ങനെ 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 4 സൈഡ് കിട്ടും. 1, 2, 3, 4
ഈ 4 സൈഡ് കിട്ടും. ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ ഇന്ന് എടുക്കുന്ന ടോപ്പിക് ഭൂമിശാസ്ത്രം, ജോഗ്രഫി ആണെന്നിരിക്കട്ടെ. നമ്മളിപ്പോ പഠിക്കാനിരിക്കുന്നത് ഭൂമിയുടെ ഘടനയെ പറ്റിയാണ്. അപ്പം ഭൂമിയുടെ ഘടനയെ പറ്റി നമ്മൾ പഠിച്ചു പോകുന്ന പോയിന്റ്സ്, ജസ്റ്റ് പോയിന്റ് മാത്രം. ഇപ്പം ജോഗ്രഫി സ്റ്റാർട്ട് ചെയ്ത്, ജോഗ്രഫി എന്നാൽ ജിയോ, ഗ്രാഫിയ, ഈ 2 വാക്ക് ചേർന്നാണ് ജോഗ്രഫി എന്ന വാക്ക്. ജിയോ എന്നാൽ ഭൂമി, ഗ്രാഫിയ എന്നാൽ വിവരണം. അങ്ങനെ ചെറിയ ചെറിയ പോയിന്റ്സ് മാത്രം എഴുതിയെടുക്കുക. അല്ലാതെ ജോഗ്രഫി എന്നാൽ ഇതിനെക്കുറിച്ചുള്ള പഠനമാണ്, ജിയോ എന്നത് അർത്ഥമാക്കുന്നത്, അങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ജോഗ്രഫി എന്നത് കഴിഞ്ഞ് അവിടെ എഴുതിയിരിക്കുന്നുണ്ടോ, ഗ്രീക്ക് പദമാണ്. ജിയോ എന്നാൽ ഭൂമി, ഗ്രാഫിയ എന്നാൽ വിവരണം. അങ്ങനെ ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇതായിരിക്കും നിങ്ങൾക്ക് റിവിഷന് കൂടുതലായിട്ടും ഹെൽപ്പ് ചെയ്യുന്നത്. ഇങ്ങനെ ലെക്ചർ നോട്ട്സ് നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ചെറിയ ചെറിയ നോട്ട്സ് എഴുതി പോണം. അല്ലാതെ നമ്മുടെ ആപ്പിലായാലും ഞാനിപ്പോ ക്ലാസ് എടുത്ത് കഴിഞ്ഞ ഉടനെ അതിന്റെ നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് സെന്റൻസ് ആയിട്ട്, അതുപോലെ നിങ്ങൾ സെന്റൻസ് ആയിട്ട് എഴുതി എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പോ ഒരു ക്ലാസ് കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങളിപ്പോ പഠിക്കാനിരിക്കുക, ഇങ്ങനെ ചെറിയ ചെറിയ നോട്ട്സ്, നീറ്റ് ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് വേണമെന്ന് നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയാൽ മതി. അതായത് നമ്മുടെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ നോട്ട് നമ്മുടെ കയ്യിൽ വേണം. ഞാൻ അങ്ങനെ തന്നെ എഴുതി പഠിച്ച ഒരാളാണ്. ഒരുപാട് ബുക്സ് ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ എഴുതി തീർത്ത. നമ്മുടെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ബുക്ക് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന്, നമ്മൾ പഠിച്ചു വെച്ച കാര്യം ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ടായാലും നമ്മൾ പെട്ടെന്ന് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവും. അതായത് വേറൊരാൾ എഴുതി വെച്ചൊരു കാര്യം നമുക്ക് അങ്ങോട്ട് എന്താ ഇത് എഴുതിയേക്ക്, നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ വരും. അതാണ് നമ്മൾ സ്വന്തമായിട്ട് തന്നെ എഴുതി പഠിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ ആപ്പിൽ ആ ഒരു രീതി തന്നെയാണ് ഞാൻ നിങ്ങളെ കൊണ്ട് ഫോളോ ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നോട്ട് എഴുതി എടുക്കുമ്പോൾ ഉള്ള കാര്യം ഇങ്ങനെ സെന്റൻസ് വൈസ് ആയിട്ട് വലിച്ചു വാരി എഴുതണ്ട. ഇത് ബുക്കിലാവുമ്പം ഇങ്ങനെ ചെയ്യാം, അല്ലാതെ പേപ്പറിലാവുമ്പോൾ ഇത് എനിക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആണ്. പേപ്പറിലാവുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനൊരു പേപ്പർ എടുത്തു, അതിനിതാ ഇങ്ങനെ 2ആയിട്ട് മടക്കി, ഓക്കെ, ഇതുപോലെ എഴുതി വരിക. ഇങ്ങനെ ചെറിയ 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 രീതിയിൽ, വളരെ ചെറിയ ഹാൻഡ് റൈറ്റിംഗ്, വലുതായിട്ടൊന്നും എഴുതണ്ട, വളരെ ചെറിയ ഹാൻഡ് റൈറ്റിംഗ് ഇങ്ങനെ ഡോട്ട് ഇട്ട് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ പോയിന്റ്സ് ഇങ്ങനെ എഴുതി വരിക. അത് കഴിഞ്ഞ് ഇവിടെ അങ്ങനെ ഒരുപാട് പോയിന്റ്സ്, ഈ ഒരു പേപ്പറിൽ തന്നെ ഒരുപാട് പോയിന്റ്സ് എഴുതാൻ വേണ്ടി പറ്റും. ഇത് നമുക്ക് കയ്യിൽ കൊണ്ട് നടക്കാം. ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് റിവൈസ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുന്നേ, എക്സാം സെന്ററിൽ എത്തുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒന്ന് ഒരു ടോപ്പിക് ആകത്ത് അതിന്റെ പോയിന്റ് എന്തായിരുന്നു, അത് നമുക്ക് ഇങ്ങനത്തെ പേപ്പർ ഇതിലാണ് ഞാൻ എഴുതി വെച്ചത്, അങ്ങനെ പെട്ടെന്ന് ഒന്ന് നോക്കി എടുത്താൽ മതി. എത്രയോ പോയിന്റ്സ്. അപ്പൊ ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എത്ര പോയിന്റ്സ് കിട്ടുമെന്ന് അറിയോ? ഒരു ബുക്കിലാവുമ്പോൾ നമ്മളിങ്ങനെ വാരി വലിച്ച് എഴുതി ഒരു പേജിൽ ആകെ ഒരു 10 പോയിന്റ്സ് ഒക്കെ കാണത്തുള്ളൂ. പക്ഷെ ഇതിൽ നമുക്ക് ഏകദേശം ഒരു 30-35 ഫാക്ട്സ് ഇതിൽ തന്നെ ഉൾക്കൊള്ളാൻ പറ്റും, പെട്ടെന്ന് നോക്കി മനസ്സിലാക്കാനും പറ്റും. നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു രീതി ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക എന്നാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നോട്ട് പ്രിപ്പയർ ചെയ്യാനുള്ളത്. പിന്നെ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുമ്പം വേറൊരു രീതി ഫോളോ ചെയ്താൽ നന്നായിരിക്കും. ഇതിപ്പോ ഞാൻ എഴുതി വെച്ചേക്കുന്ന കാണാലോ, ഞാൻ എഴുതി വെച്ചേക്കുന്ന ഇതിപ്പോ ഞാൻ +2 പ്രിലിംസ് ഫസ്റ്റ് സ്റ്റേജിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിൽ ഏതൊക്കെ ഏരിയന്ന് എത്ര ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പൊ നമുക്ക് പ്രിലിംസും മെയിൻസും അങ്ങനെയാണല്ലോ പരീക്ഷ നടക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ പരീക്ഷ എന്ന് പറയുന്നത് 3ാം ഘട്ടം ആണെന്ന് കരുതുക. അപ്പൊ 3ാം ഘട്ടം ആണെങ്കിൽ ആദ്യത്തെ 2 ഘട്ടങ്ങളിൽ PSC ചോദിച്ചിരിക്കുന്ന ഏരിയ ഉണ്ട്, നമ്മുടെ സിലബസിലെ ആ ഏരിയാസ് തന്നെയാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ഇപ്പോ ആദ്യത്തെ ചോദ്യം വന്നിരിക്കുന്നത് കേരള ജോഗ്രഫി എന്നാണ് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു പേപ്പർ എടുത്തിട്ട് കേരള ജോഗ്രഫി, ആദ്യം പരീക്ഷയുടെ പേര് കൊടുക്കുക. ഇപ്പൊ സ്റ്റേജ് 1 ആണെങ്കിൽ സ്റ്റേജ് 1, ഞാനിപ്പോ +2 ലെവൽ സ്റ്റേജ് 1 പ്രിലിംസിന്റെ സ്റ്റേജ് 1 ആണ് എടുത്തേക്കുന്നത്. ആദ്യത്തെ ചോദ്യം ഇപ്പൊ കേരള ജോഗ്രഫിന്ന് 1 മാർക്കിന് ചോദിച്ചു. പിന്നെ അടുത്ത ചോദ്യം വേറെ ഏതെങ്കിലും സെഷൻ ആയിരിക്കും, അത് എഴുതുക. ഇപ്പം ഇന്ത്യൻ ഹിസ്റ്ററി ആയിരിക്കും, ഇന്ത്യൻ ഹിസ്റ്ററിന്ന് 1 മാർക്കിന് ചോദിച്ചു. അങ്ങനെ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഏരിയയും അതിൽ നിന്ന് എത്ര മാർക്കിനാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളതെന്ന് എഴുതി വെക്കാം. ഇപ്പൊ നിങ്ങൾക്ക് 3ാം ഘട്ട പരീക്ഷയാണെങ്കിൽ ആദ്യത്തെ 2 ഘട്ടം ചോദ്യ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഏരിയാസ്, അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ പറ്റും ഇന്ത്യൻ ഹിസ്റ്ററിക്ക് എത്ര വെയിറ്റേജ് കൊടുത്ത് പഠിക്കണം, അല്ലെങ്കിൽ ഇന്ത്യൻ ജോഗ്രഫിക്ക് എത്ര വെയിറ്റേജ് കൊടുത്ത് പഠിക്കണം, അതിൽ നിന്ന് ഇത്രയും മാർക്കിന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് 1ാം ഘട്ടത്തിലാണ് പരീക്ഷ നടക്കുന്നെങ്കിലോ ഇതിന്റെ മുന്നേ ഈ സെയിം പരീക്ഷ തന്നെ പ്രിലിംസും മെയിൻസും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഇപ്പൊ പ്രിലിംസ് ആണ്, ഇപ്പൊ നിങ്ങൾ പ്രിലിംസ് ആണ് എഴുതാൻ പോകുന്നതെങ്കിൽ മുന്നേ ഇപ്പം 2021 ഇപ്പൊ പ്രിലിംസ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ആ പ്രിലിംസിന്റെ ചോദ്യ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ കേരള ഹിസ്റ്ററിയിൽ നിന്ന് എത്ര ചോദ്യം വന്നു ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് എത്ര ചോദ്യം വന്നു എന്നിങ്ങനെ നിങ്ങൾക്ക് മാർക്ക് ഡിവൈഡ് ചെയ്ത് വെക്കുവാണെങ്കിൽ വെയിറ്റേജ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും.
ഇപ്പൊ നമ്മുടെ സിലബസിൽ 5 മാർക്കിന് ഹിസ്റ്ററി ഉണ്ട് എന്ന് കരുതുക. 5 മാർക്കിന് ഹിസ്റ്ററിയിൽ കേരള ഹിസ്റ്ററിന്ന് എത്ര മാർക്കിന് വന്നു? ഇപ്പൊ 5 മാർക്ക് ചരിത്രം എന്ന് തന്നിട്ടുണ്ടായിരിക്കും. അതിൽ കേരള ഹിസ്റ്ററിന്ന് എത്ര ചോദ്യം മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ, ഇന്ത്യൻ ഹിസ്റ്ററിന്ന് എത്ര ചോദിച്ചിട്ടുണ്ട്, വേൾഡ് ഹിസ്റ്ററിന്ന് എത്ര ചോദിച്ചിട്ടുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഏതിലാണ്? ഈ 5 മാർക്ക് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്ത് പോയേക്കുന്നത്. അതുപോലെ ടോപ്പിക്, ഈ ഹിസ്റ്ററി തന്നെ ഏത് ടോപ്പിക്കിൽ നിന്നാണ് കൂടുതൽ ചോദ്യം വന്നിരിക്കുന്നത്, അപ്പൊ ആ ടോപ്പിക് കൂടുതൽ ഫോക്കസ് ചെയ്ത് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ഒരു രീതിയിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് വരും. കാരണം നമ്മൾ ഈ ഒരു ഏരിയ കണ്ടുപിടിച്ച് വെച്ച്, ടോപ്പിക് കണ്ടുപിടിച്ച് വെച്ച് അതിൽ കൂടുതൽ വർക്ക് ചെയ്യുവാണെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യാൻ 100% മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അതിപ്പോ GK സെഷൻ മാത്രമല്ല, ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, അതിൽ നിന്നൊക്കെ ഏത് ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്താണ് PSC ചോദ്യം വന്നിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇംഗ്ലീഷ് 20 മാർക്കുണ്ട്, മലയാളം 10 മാർക്കുണ്ട്. അപ്പം PSC കുറെ ടോപ്പിക് തന്നിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് എത്ര ചോദ്യങ്ങൾ, ഏത് ഏരിയ ആണ് PSC കൂടുതലായിട്ടും എടുത്തെടുത്ത് ചോദിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ക്വസ്റ്റ്യൻ ഇതായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. PSC മൊത്തത്തിൽ ഒരു 5 മാർക്കിന് ഇതിൽ നിന്ന് ചോദ്യം വരും എന്ന് തരും. പക്ഷെ നമ്മൾ ടോപ്പിക് അറിയണമെങ്കിൽ ഈ ഒരു രീതിയിലെ അനാലിസിസ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് പേര് ഇങ്ങനത്തെ കുറച്ച് ഡൗട്ട്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തരാം. പിന്നെ നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്യാനുള്ളവർ എത്രയും വേഗം ജോയിൻ ചെയ്യുക. എന്നോട് പേഴ്സണലി തന്നെ ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിനകത്തുണ്ട്. എന്ത് ഡൗട്ട് വേണമെങ്കിലും അവിടെയും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഹർഷിതം എഡ്യൂടെക് എന്ന് ടൈപ്പ് ചെയ്താൽ സെർച്ച് ചെയ്താൽ തന്നെ ആപ്പ് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ LDCയുടെ നോട്ടിഫിക്കേഷൻ വൈകാതെ തന്നെ പബ്ലിഷ് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു പ്രതീക്ഷയെ തന്നെ മുന്നോട്ട് പോവുക. എപ്പോ പരീക്ഷ വന്നാലും എഴുതാൻ റെഡി ആയിട്ടിരിക്കുക. നോട്ടിഫിക്കേഷൻ ഒക്കെ PSC ഇടേണ്ട സമയത്തിട്ടോളും എപ്പോ വന്നാലും ഞാൻ എഴുതാൻ റെഡിയാണ് എന്ന കോൺഫിഡൻസോട് കൂടി ഇരിക്കുക. നന്നായിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.